നിന്മകാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിന്മകാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചിന്തയിൽ അബ്രഹാം വിശ്വസിച്ചതായ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. അബ്രഹാമിൻ്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? റോമാലേഖനം 4:17 ഇങ്ങനെ പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഒന്നിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ചതായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാം വിശ്വസിച്ച ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 4:19 പറയുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണം. നിർജീവമായെന്ന് പറയുമ്പോൾ ചലനമില്ലാത്തതായി മാറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വചനം പറയുന്നു, വിശ്വാസത്തിൽ അവൻ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. ക്ഷീണം കൊണ്ടുവന്നിടുവാൻ ശത്രുവായവൻ പദ്ധതിയൊരുക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, നീ ക്ഷീണിക്കാതെ വേണ്ട. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിച്ചു തരുവാൻ മതിയായവനാണെന്ന് ഒരു ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ ഉറപ്പുണ്ടാകുവാൻ കാരണമുണ്ട്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം നൽകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ, നിന്റെ സന്തതി ഇവണ്ണമാകും. കൂടാരത്തിൽ വെച്ച് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, എനിക്ക് മക്കളൊന്നുമില്ല, ഞാനിങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവനോട് ദൈവം പറഞ്ഞു, മോനെ നീ പുറത്തേക്ക് വാടാ. പുറത്തേക്ക് വിളിച്ച് പുറത്തിറക്കിയിട്ട് മേളിലേക്ക് നോക്ക്. സ്തോത്ര. എന്റെ ചിന്ത ഞാൻ പറയുകയാണ്. അവിടെ എഴുതിയിട്ടില്ല, അവൻ എണ്ണീന്ന് എഴുതിയിട്ടില്ല. അവിടെ നോക്കിയിട്ട് പറഞ്ഞു 1, 2, 3 ഇങ്ങനെ കുറച്ച് എണ്ണി കഴിഞ്ഞപ്പോ പിന്നെ എണ്ണാൻ പറ്റുന്നില്ല. അവിടെ എണ്ണിക്ക് എണ്ണാൻ പറ്റാതിരുന്നത് ദൈവവചനം പറയുന്ന വാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനാണെന്ന് അവൻ എന്ത് ചെയ്തു? എണ്ണി. വീണ്ടും അവൻ കൗണ്ട് ചെയ്തു. ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. എടാ, വാഗ്ദത്തം ചെയ്തത് ആരാ? ദൈവമാ. വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ അത് പ്രവർത്തിപ്പാൻ മതിയായവനല്ലേ? എണ്ണാൻ തുടങ്ങി. എണ്ണിക്കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. തേജവനായ ദൈവമാണ് അവനോട് പറഞ്ഞത്. ആ തേജസ് അവൻ കണ്ടതാണ്. വിഗ്രഹങ്ങളെ സേവിച്ചവനാണ് അവൻ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവനാണ്. തേജസ്സുള്ളൊരു ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത് നിവർത്തിപ്പാൻ ആ ദൈവം വിശ്വസ്തനാണെന്ന് അവൻ ഉറച്ചുകൊണ്ട് ഈ നിർജീവത്തെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് താൻ വിശ്വസിച്ച, താൻ ആശ്രയിച്ച ദൈവം
വിശ്വസിച്ചു. എന്നിട്ട് ആ ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തു. താടിക്ക് കൈ കൊടുത്തെന്നല്ല, അയ്യം വിളിച്ചൊന്നല്ല, ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തു. മഹത്വം കൊടുത്തു കഴിഞ്ഞു വിചാരിച്ചു ഈ അവസ്ഥയിൽ അവൻ ദൈവത്തെ മഹത്വം കൊടുക്കേ? സ്തോത്രം. അവന്റെ ശരീരമേ ക്ഷീണിച്ചുള്ളൂ, ശരീരമേ നിർജീവമായുള്ളൂ. അവന്റെ ആദരം ചലിക്കുന്നുണ്ടായിരുന്നു. ആദരം ചലിക്കുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം കൽപ്പിച്ചാക്കിയ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ മറക്കരുത്. സ്തോത്ര, ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആശയ്ക്ക് വിരോധമായി ആശയോട് എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി ശരീരം നിൽക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർമാർ പറയുന്നതല്ല, ഡോക്ടർ പറയുന്നത് നടക്കില്ലെന്നാ, ദൈവം പറയുന്നത് എന്താണ്? നടക്കും. അപ്പോൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നിർജീവമായി കിടക്കുന്നത്, കഴിയില്ലെന്ന് പറയുന്നത്, അതിനെ ജീവിപ്പിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവശക്തി, ഒരു ദൈവ പ്രവൃത്തി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വണ്ണമാകും എന്ന് പറഞ്ഞതാരാ? ദൈവം. ദൈവം പറഞ്ഞതിന് മാറ്റമുണ്ടാകുമോ? സ്തോത്ര. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. സ്തോത്ര. ദൈവത്തിന്റെ അടുക്കൽ നീ വന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. അത് മാത്രം പോരാ, തന്നെ അന്വേഷിക്കുന്നവർക്ക് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നീ ദൈവത്തെയാണോ അന്വേഷിച്ചത്? ജീവനുള്ള ദൈവത്തെ നീ അന്വേഷിക്കുവാൻ തുടങ്ങിയാൽ ആ ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാ, ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ, ആ ദൈവം മറുപടി നൽകുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നീ ആയിരിക്കണം. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ നീ മറഞ്ഞാൽ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നീ പാർത്താൽ, അതൊരു അഭയ സങ്കേതമാ, ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു ഇടമാ. ആ ഇടത്ത് നീ കയറി നിന്നാൽ, ഹല്ലേലൂയ, ഒരു ബാധയോ ഒരു ദോഷമോ തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ഒരു പരിപാലനമുണ്ടെന്ന്. സ്തോത്ര. വാഗ്ദത്തം ചെയ്തത് അത് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ ജീവിത അനുഭവങ്ങളാണ് റോമ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ഇടങ്ങളിലും നിർജീവമായ അവസ്ഥയാണ്. ആശയ്ക്ക് വകയില്ല. പക്ഷേ ആശയ്ക്ക് വകയില്ലാതിരിക്കുമ്പോഴും ആശയോടെ അവൻ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? തേജസ്സുള്ള ഒരു ദൈവം അവന്റെ അടുക്കൽ വന്ന അവനോട് പറഞ്ഞു, മോനെ, നിന്റെ സന്തതി ഈ വണ്ണമാകും. അത് അവൻ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, നീ ഈ നാളുകളിൽ ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടെ ആയിരിക്കുന്നു എങ്കിൽ, നിനക്ക് വേണ്ടി ചലിക്കുന്ന, നിനക്ക് വേണ്ടി
പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന, നിനക്ക് വേണ്ടി ചില ദുർഘടനകൾ നീക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് വിശ്വസിക്കാനല്ല, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സ്ഥലത്ത്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തയിടത്ത് നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുമോ? അതാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. ആമേൻ, ആമേൻ. ഒരു പോഷനെ പോലെ വചനം നിന്നോട് പറയുന്നത് നിനക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടും. അത് എവിടെ വെളിപ്പെടോ? കാണുന്ന ഇടത്ത് വെളിപ്പെടോ, കാണാത്ത ഇടത്തും വെളിപ്പെടോ. ഹല്ലേലൂയ. ഇവിടെ വെളിപ്പെടോ, മറു സൈഡിലും വെളിപ്പെടോ. വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. സ്തോത്രം. എന്താണ് കാരണം? ആ ദൈവം സർവശക്തനാണ്. ആ ദൈവം സർവവ്യാപിയ. ശത്രുവായ പൈശാചികന് ഒരു സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ, സ്തോത്ര, നമ്മുടെ വിഷയങ്ങൾ എവിടെയാണോ അവിടെയും ആ ദൈവത്തിന് പ്രസന്റായി നിലകൊള്ളുവാൻ കഴിയും. അവിടെയും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയോ? അങ്ങനെ ഒരു ദൈവത്തെ, ഹല്ലേലൂയ, വിളിച്ചപേക്ഷിക്കുന്ന ദൈവമേ, ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസത്തിന്റെ വിത്ത്, ഹല്ലേലൂയ, മുളയ്ക്കുവാൻ ഇടയാകട്ടെ. നാളെ ചെല്ലുമ്പോഴല്ല, ഇപ്പോൾ തന്നെ, ഹല്ലേലൂയ, നാളെയല്ല, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ചലിക്കുകയാണ്. സ്തോത്രം. അനുകൂലമായി കരം ചലിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇനി അബ്രഹാമിൻ്റെ വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം എന്ന് പറയുന്നത് യോസഫിൻ്റെതാണ്. അതും അല്പം വിവരിക്കേണ്ടതാണ്. സ്തോത്രം. സ്തേഫാനോസിന്റെ പ്രസംഗമാണ്. സ്തോത്രം. അവന്റെ നേരെ ഒരു കൂട്ടർ പല്ല് കടിക്കുമ്പോൾ അവന്റെ മുഖം ശോഭിക്കുകയാ. എന്താണ് കാരണം? മറ്റൊന്നുമല്ല, അവൻ പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട്, ഹല്ലേലൂയ, മുഖം വാടുകയല്ല, ഹല്ലേലൂയ, മറിച്ച് ആത്മനിറവിൽ ശോഭിക്കുന്ന ഒരു മുഖത്തിനുടമയായി, ഹല്ലേലൂയ, നിലകൊള്ളുന്ന ഒരു സ്തേഫാനോസിനെ പോലെ ആയിത്തീരുവാൻ ദൈവ പൈതലേ, നിന്റെ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ തകരട്ടെ. അവന്റെ അവകാശങ്ങൾ തകരട്ടെ. നിന്റെ മുഖം ശോഭിച്ചാൽ ശത്രുപാളയം ഭയപ്പെടുവാൻ തുടങ്ങും. ശത്രുപാളയം പരിഭ്രമം തുടങ്ങും. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ചെങ്കടൽ കടന്ന് മറുകര കടന്നവർ, മരുഭൂമിയിൽ ദൈവം നടത്തിയ വിധങ്ങൾ കണ്ടവർ. ആര്? ഇസ്രായേൽ ജനമല്ല, ദേശം കണ്ടു, രാജ്യങ്ങൾ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാഹാബ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകുവാൻ തുടങ്ങി. സ്തോത്രം. ദൈവ പ്രവൃത്തിയെ
ജനം ഭയപ്പെടുവാൻ തുടങ്ങി. കാരണം എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ ദൈവം തൻ ജനത്തിനു മുൻപിൽ നടക്കുകയാ. വീണ്ടും ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, നിനക്ക് മുൻപേ യാത്ര ചെയ്യുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അവൻ അശക്തനല്ല, സർവശക്തനാണ്. ആ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. തുടർന്നും ഈ ചിന്തകളുമായി മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അവിടുത്തെ കരുതലിനായി സ്തോത്രം, അവിടുത്തെ പ്രവൃത്തികൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുകയാ. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. അങ്ങയോട് ചേർന്ന് അങ്ങയുടെ പാദം ചവിട്ടി യാത്ര ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തേഫാനോസിന്റെ മുഖം പരിശുദ്ധയാത്മാവ് നിറഞ്ഞ് ശോഭിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ മുഖം ശോഭിപ്പാൻ ഇടയാകട്ടെ നാഥ. അവിടുത്തെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ നാഥ. അരുമനാഥൻ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ. പ്രതികാരം അങ്ങയ്ക്കുള്ളതാണല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് സകലതും നന്നായി ചെയ്യും. കേൾവിക്കാരെ അനുഗ്രഹിക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.